കോന്നി MLA ജനീഷ് കുമാറുമായുള്ള പോരിൽ വനം വകുപ്പിനെ സമ്മർദ്ദത്തിലാക്കി കൂടുതൽ ദൃശ്യങ്ങൾ പുറത്ത്. 11 പേരെ ഒരു നിയമവും പാലിക്കാതെ വണ്ടിയിൽ ചെന്ന് ഗുണ്ടകൾ കൊണ്ടുവരുന്ന പോലെ കൊണ്ടുവന്നു. ഒരു 6 പേരല്ല 11 പേര്. 11 പേര്. കാട്ടാന ചരിഞ്ഞ സംഭവത്തിൽ ആരെയും കസ്റ്റഡിയിൽ എടുത്തിട്ടില്ലെന്ന വനം വകുപ്പ് വാദം പൊളിയുന്നു. വനപാലകർക്ക് വീഴ്ചയില്ലെന്ന ഫോറസ്റ്റ് ചീഫ് കൺസർവേറ്ററുടെ റിപ്പോർട്ട്. MLAക്ക് കുറ്റപ്പെടുത്തൽ. ഒടുവിൽ വഴങ്ങി പാകിസ്ഥാൻ. ഇന്ത്യയുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. ഇന്ത്യയുടെ നിലപാട് നിർണായകം. ഞായറാഴ്ച വീണ്ടും DGMOമാർ പങ്കെടുക്കുന്ന സൈനിക തല ചർച്ച. ബ്രഹ്മോസിന്റെ ശക്തി പാകിസ്ഥാൻ അംഗീകരിച്ചെന്ന പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. വിദേശ രാജ്യങ്ങളിലേക്ക് ശശി തരൂർ അടക്കമുള്ള MPമാരുടെ പ്രതിനിധി സംഘം. പാകിസ്ഥാനെ സഹായിച്ച തുർക്കിയുമായുള്ള ഇന്ത്യയുടെ ബന്ധം മോശമാകുന്നു. തുർക്കിയുടെ പുതിയ അംബാസിഡറെ അംഗീകരിക്കുന്ന ചടങ്ങ് അനിശ്ചിതകാലത്തേക്ക് മാറ്റി. തുർക്കി അസർബൈജാൻ യാത്രകൾ റദ്ദാക്കി ഇന്ത്യൻ വിനോദസഞ്ചാര മേഖല. തുർക്കി ബഹിഷ്കരണത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച് ഇൻഡിഗോ എയർലൈൻസ്. മോദിയും കേന്ദ്ര സർക്കാരിനെയും പ്രകീർത്തിച്ചതിന് പിന്നാലെ BJP ശക്തമായ പാർട്ടിയെന്ന P ചിദംബരം. ഇന്ത്യ സഖ്യത്തിൽ കക്ഷികൾ തമ്മിൽ ആശയ ഐക്യമില്ലെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ്. ചിദംബരത്തെ തള്ളി MK സ്റ്റാലിൻ. ജീവനെടുത്ത് സംസ്ഥാനത്ത് വീണ്ടും കോളറ. തിരുവല്ലയിൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന തലവടി സ്വദേശി രഘു മരിച്ചു. 2 മാസത്തിനിടയിൽ കേരളത്തിൽ കോളറ ബാധിച്ചു മരിക്കുന്ന രണ്ടാമത്തെയാൾ.